ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആവേമരിയ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38-ാം തിരുവചനം നമ്മളൊന്നുകൂടെ പങ്കുവയ്ക്കാൻ പോകുന്നു. നമ്മൾ ഈ വചനങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ വായിച്ചു പോകുന്നൊരു വചനത്തിൽപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ പറയുന്ന പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നുള്ളതല്ല ദൈവത്തിൻ്റെ നിയമം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ആ നിയമം പുത്രൻ്റെ വരവിൽ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ്. ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കണം. 1 മൈൽ ദൂരം നടക്കാനായിട്ട് ചോദിക്കുന്നവനോട് 2 മൈൽ ദൂരം നടക്കണം. നീ ഉപയോഗിക്കുന്ന ഡ്രസ്സിന് വേണ്ടി ആരെങ്കിലും നിന്നോട് മല്ലിടുകയോ ചോദിക്കുകയാണെങ്കിൽ നിന്റെ മേലങ്കി കൂടി അവന് കൊടുക്കണം. അതുപോലെ തന്നെ കടം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഇങ്ങനെ ക്രിസ്തു കുറച്ച് നിയമങ്ങൾ മത്തായി 5:38 നമ്മളെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ആൾക്കാരിത് കേൾക്കുകയും വിട്ടുകളയുകയും ചെയ്യാറുള്ള ഒരു വകഭേദമാണ്. അതൊരു നോർമൽ കാര്യമായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, ഒരു ക്രിസ്തു ജീവിതത്തിൽ ഒരു മനുഷ്യൻ കടന്നു വരണമെങ്കിൽ അത് വെറുതെ വിട്ടുകളഞ്ഞാൽ പോരാ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം. അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതിൽ നിന്ന് മാത്രമേ നിലനിൽപ്പും പൂർത്തീകരണവും കടന്നു വരികയുള്ളൂ. കാരണം ചെറിയ ഭാഗങ്ങളാണ് എഴുതിയിരിക്കുന്നെങ്കിലും അതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എങ്ങനെയാണ് ഇനി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്, അവൻ എങ്ങനെയൊക്കെ ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചാലായിരിക്കും അവൻ്റെ യാത്രകൾ പൂർത്തീകരിക്കപ്പെടുന്നത്, അവൻ സ്വർഗത്തിന് അവകാശിയാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ വചനത്തിൻ്റെ പുറകിൽ നിൽക്കുന്നത്. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന ഒരു മേഖലയുമാണ് ആ വചനത്തിലെ ഈ ഭാഗം. ഞാനിത് പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, പലരും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ എൻ്റെ ഈ ടോക്കുകൾ കേൾക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിലും കേൾക്കുന്നവർ ചുരുക്കമാണ്. എന്നാലും കേൾക്കുന്ന വ്യക്തികളും അതിൽ വിമർശനാത്മകമായി ചിന്തിക്കുന്നവർ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ബ്രദർ വളരെ കണ്ണിങ് ആയിട്ടും ശക്തമായിട്ടും കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെ തോന്നാറുണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ശുശ്രൂഷ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വ്യക്തികളോടാണ് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുത്ത് എപ്പോഴും സംസാരിക്കുന്ന ഇതിനകത്തോടെ. കാരണം ഈ ശുശ്രൂഷയുടെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതിനകത്തുനിന്ന് നിരവധിയായ അത്ഭുതങ്ങൾ മേടിക്കുകയും ദൈവം എന്താണെന്ന് തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്നും ഒക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള മനുഷ്യരാണ് മിക്കവാറും ഒക്കെ. ഞാൻ അവർക്കെല്ലാം അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന മനുഷ്യൻ അനുസരണക്കേടിൻ്റെ ഫലത്തേക്ക് പോകുന്നു. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാതിനിധ്യമല്ല, അവിടെ ദൈവം എങ്ങനെ എന്നെ ഉപയോഗിക്കുന്നു എന്ന് മറ്റൊരാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അവൻ്റെ ജീവിതത്തിലെ നിക്കക്കള്ളിയില്ലാത്ത പ്രശ്നങ്ങളിൽ ദൈവം എന്നെ ഉപയോഗിക്കുന്നത്. ആ ഉപയോഗത്തിലൂടെ അത് സ്വീകരിക്കുന്ന മനുഷ്യന് കൊടുക്കുന്ന തിരിച്ചറിവ് കൂടിയാണ്. അങ്ങനെ കിട്ടുന്ന തിരിച്ചറിവുകൾ ജീവിതത്തിൽ നിരവധി മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ മദ്യപാനത്തിന് അടിമയാകുന്ന പലരും ദൈവികമായ പല ഇടപെടലുകൾ കൊണ്ടും അതിൽ നിന്ന് വിടുതൽ കിട്ടുന്നവരുണ്ട്. പല രോഗാവസ്ഥകളിൽ നിന്ന് വിടുതൽ കിട്ടുന്നവരുണ്ട്. അത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പോ ഒന്ന് ചിന്തിക്കുമ്പോഴല്ല ഇതൊന്നും കടന്നു വരുന്നത്, ദൈവം ചിന്തിക്കുമ്പോഴാണ്. കാരണം ദൈവമാണ് അതാത് സമയത്ത് ഇത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ സമയത്തുള്ള വ്യക്തിക്ക്, ആ തീരുമാനിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും രോഗശാന്തി കൊടുത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും കൂടെ നിർത്തുന്ന ഒരാളല്ല ദൈവം. ദൈവത്തെ നമ്മൾ മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയാനും വേണ്ടിയാണ് ഇടയ്ക്കൊക്കെ ദൈവം ഇങ്ങനത്തെ അത്ഭുതങ്ങൾ മനുഷ്യരിലൂടെ ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന സമൂഹവും വ്യക്തികളും അതനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഭൂമിയുടെ നിലനിൽപ്പുകളിൽ ഉണ്ടാകുന്നവൻ്റെ ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ പ്രേരണകളും ഇടപെടലുകളും ഉണ്ടാകുമെന്ന് മനുഷ്യന് കൊടുക്കുന്ന ബോധ്യമാണ്. അങ്ങനെ ബോധ്യം കിട്ടുന്ന നിരവധിയായ ആൾക്കാരുടെ ഒരു സമൂഹമാണ് നമ്മുടെ ഈ കൂട്ടായ്മ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കിട്ടുന്ന മനുഷ്യർ ആ ദൈവിക സാന്നിധ്യത്തെ ഉൾക്കൊള്ളാതെ ജീവിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് കൊടുക്കുന്ന ശക്തമായ വാണിംഗ് തന്നെയാണത്. അത് ഭയപ്പെടുത്തലല്ല. കാരണം ദൈവം എന്താണെന്ന് മനസ്സിലാക്കാൻ അവസരം കിട്ടി അതനുസരിച്ച് ജീവിക്കേണ്ടവൻ ദൈവഹിതത്തിന് മാനിച്ചാൽ ജീവിക്കേണ്ടേ, അവൻ്റെ ഇഷ്ടത്തിനല്ല. അവൻ അത് ചവിട്ടി എറിഞ്ഞു കളഞ്ഞിട്ട് പിന്നീട് അവൻ്റെ പഴയ അവസ്ഥയിലേക്ക്, എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഏതൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അവൻ്റെ പുറകിലൊരു പഴയ കാലഘട്ടം ഉണ്ടാകും.
അത് ദൈവവുമായി യോജിക്കുന്നതായിരിക്കില്ല. അങ്ങനെയുള്ള മനുഷ്യരെയാണല്ലോ നമുക്ക് സംസാരിക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് മനസ്സിലാക്കിയെടുക്കേണ്ട വരുന്നത്. അപ്പം അവർക്കത് വ്യക്തമായി മനസ്സിലാക്കുന്ന മനുഷ്യൻ അതിൽ നിന്ന് തിരിച്ചറിവുകൾ കൊടുത്ത് ദൈവത്തിൻ്റെ സ്പർശനങ്ങളും ദൈവിക ഇടപെടലുകളും സാന്നിധ്യമൊക്കെ അറിഞ്ഞിട്ട് അവൻ പിന്നീട് ജീവിത യാത്രകളിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനോട് അനുവദിച്ചു കൊടുത്ത അനുഗ്രഹങ്ങളുടെ വഴികളെ തള്ളിക്കളഞ്ഞ് അവൻ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതനായിട്ട് ഒരു ദൈവിക പൈതൽ എന്ത് ചെയ്യണമെന്നുള്ളതിന് വിപരീതമായി പ്രവർത്തിക്കും. അവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്. അങ്ങനെ വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്, കർത്താവ് ക്ഷമാശീലനാണ്, ആരെയും ഭയപ്പെടുത്തുന്നവനല്ല, നീതിമാനാണ്, കരുണാമയനാണ്, എല്ലാമാണ്, ഇതെല്ലാം സത്യവുമാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ തിരിച്ചറിയാൻ കിട്ടുന്ന അവസരത്തെ പലവട്ടം കൊടുത്താലും അത് പൂർണ്ണമായി കൊണ്ടുപോകാത്ത മനുഷ്യനോട് ദൈവം കോപാകുലനാണ്. അവൻ്റെ പ്രവൃത്തികളോടും കോപാകുലനാണ്. അവൻ്റെ ജീവിതത്തോടും ദൈവം കോപാകുലനാണ്. അതിന് ഒരു ദാക്ഷിണ്യം ആ കാര്യത്തിലില്ല. ഇനി ആരൊക്കെ പറഞ്ഞാലും. കാരണം ചുമ്മാതെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലല്ല ദൈവം കോപാകുലനാകുന്നത്. എന്നാൽ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ കിടക്കുകയും ദൈവത്തിനെതിരായി പീഡനങ്ങൾ മാത്രം ചെയ്യുകയും തെറ്റായ പ്രവൃത്തികളും ദൈവഹിതങ്ങൾക്കെതിരായി മാത്രം കാലത്തെ മുതൽ വൈകിട്ട് വരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തെ അറിയാൻ വേണ്ടി ഒന്ന് തുനിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന് തിരിച്ചറിയാൻ അവനൊരു അവസരം കിട്ടിയാൽ അവനെ രണ്ട് കൈയും നീട്ടി മാറോട് ചേർക്കുന്നവനാണ് ദൈവം. അപ്പോൾ പാപത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന മനുഷ്യനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അവനെ മാറോട് ചേർക്കുകയും ചെയ്യും ദൈവം. എന്നിട്ടോ ഞാൻ ദൈവമാണെന്ന് അവന് ബോധ്യം കൊടുക്കുന്ന എന്തേലും തിരിച്ചറിവ് ദൈവം കൊടുക്കും, ഉറപ്പാണ്. ആ തിരിച്ചറിവ് സ്വീകരിച്ച് അവൻ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആരാണ് ഈ ദൈവം എന്ന സെറ്റപ്പിലുള്ള ചിന്തയിലേക്ക് അവൻ കടന്നു വരികയും അവന് കിട്ടിയ അനുഗ്രഹങ്ങളെ അവൻ തള്ളിക്കളയുകയും ഇങ്ങനെയൊക്കെ ജീവിച്ചാലും ഇത് മുന്നോട്ട് പോയിക്കൊള്ളുമെന്ന ചിന്താഗതി അവനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ഈ തീക്ഷ്ണമായി നിങ്ങളോട് പറയുന്ന പ്രവൃത്തികൾ ഉണ്ടാകുന്ന മുഖം നോട്ടമില്ലാത്ത ദൈവമായി മാറുന്നത്. അത് പേടിപ്പെടുത്തലല്ല, അത് സത്യമാണ്, ഒരു സംശയവും വേണ്ട. അവിടെ എന്താണ്? ദൈവം പ്രതികാരദാഹിയാവുകയാണ്? ഒരിക്കലുമല്ല, പ്രതികാരദാഹിയല്ല. ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ ഭൂമിയിൽ പിന്നീട് ദൈവത്തിൻ്റെ പരിലാളനയിലല്ല, അവൻ ലോകത്തിൻ്റെ ശക്തിയുടെ പരിലാളനയിലാണ്. തീർച്ചയായും ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുന്നവനിൽ നടക്കുന്ന പ്രതിപ്രവർത്തനം എന്തായിരിക്കും? ദൈവത്തിന് ഓപ്പോസിറ്റുള്ള ശക്തിയുടെ പ്രവൃത്തിയായിരിക്കും. ആ പ്രവൃത്തികൾ അവനെ ഏതറ്റം വരെ നശിപ്പിക്കാവോ ആ അറ്റം വരെ നശിപ്പിക്കും. അപ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തിക്കളഞ്ഞ മനുഷ്യൻ പിന്നീട് തിരിച്ചറിവുണ്ടായി ഈ തകർച്ചയുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് തിരിച്ചു ചെല്ലാമെന്ന് ചിന്തിക്കുമ്പോൾ അവന് വന്ന തകർച്ചകളിൽ, രണ്ടാമതുണ്ടായ തകർച്ചകളിൽ അതുപോലെ ദൈവത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കടബാധ്യതയാണല്ലോ, ഒരു തകർച്ചകളോ, അല്ലെങ്കിൽ മക്കളുടെ ഏതെങ്കിലും ദുഃഖങ്ങളോ ദുരന്തങ്ങളോ ഒക്കെ ആണെങ്കിലും അതുപടി അത് പൂർത്തീകരിച്ച് അവനെ സംരക്ഷിക്കണമെന്നില്ല. കാരണം അവൻ ഒരിക്കൽ കൊടുത്ത അവസരം അവൻ ഉപയോഗിക്കാതെ പോയതിൻ്റെ പരിണിത ഫലമായി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ അവസ്ഥകളെ അതേപടി ആയിരിക്കില്ല സംരക്ഷിക്കുന്നത്. പിന്നെയോ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ അവന് വേണ്ട സംരക്ഷണം കൊടുക്കും. എന്നാൽ ഈ ഭൂമിയിൽ അവൻ അനുഭവിക്കേണ്ടതായ എല്ലാ വേദനയും ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അതിന് കാരണക്കാരാണ്? നമ്മൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെയാണ്. അവസരം കിട്ടി കറക്റ്റായി ഉപയോഗിക്കാത്തവനും, ചുമ്മാ അവസരം കിട്ടുന്നവനല്ല, തിരിച്ചറിവ് കൊടുത്ത് തൊട്ടു മനസ്സിലാക്കി ദൈവം അത്ഭുതം കൊടുക്കുന്ന മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ചെളിക്കുഴിയിൽ നിന്ന് വാരിയെടുത്ത് തകർച്ചയുടെ കാലഘട്ടത്തെ അതിജീവിച്ച് ഞാൻ നിന്റെ ദൈവമായ കർത്താവാണെന്ന ഉത്തമ ബോധ്യം കൊടുത്തിട്ട് ആ ഉത്തമ ബോധ്യത്തിനപ്പുറം വീണ്ടും ലോകത്തിൻ്റെതായി മാറി ലോക ഇഷ്ടം മാത്രം ചിന്തിച്ചുകൊണ്ട് അന്ന് എങ്ങനെ ദൈവിക പദ്ധതിയിൽ കിടന്നു വന്നോ ആ സിസ്റ്റം മുഴുവൻ മാറ്റി അവൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതി അവൻ രൂപപ്പെടുത്തി അതിലൂടെ അവൻ ദൈവത്തെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവനുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും ശക്തമായി നിങ്ങളോട് വാൺ ചെയ്യുന്നത്. എന്താണ്? തീർച്ചയായും ജീവിത അനുഭവത്തിൽ നിന്ന് കാണുന്ന മനുഷ്യന്റെ തകർച്ചയാണ് ഈ പങ്കുവയ്ക്കുന്നത്. അത് ഭയപ്പെടുത്തുന്ന ദൈവമായിട്ടല്ല, ഭയപ്പെടുത്തൽ നമ്മൾ പിടിച്ചു വാങ്ങുന്നവരായി മാറുന്നത് കൊണ്ടാണ്.
ഭയപ്പെടുത്തുന്നത് നമ്മൾ പിടിച്ചു വാങ്ങുന്നവരായി മാറുന്നത് കൊണ്ടാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ പുത്രന്റെ വരവോടുകൂടി പുത്രൻ കൽപ്പിച്ചത് പഴയ നിയമത്തിൽ നിന്നുള്ള വാക്കുകളെ എടുത്തു മാറ്റിക്കൊണ്ട് പുതിയ നിയമത്തിൽ പറയുന്നത് പല്ലിന് പകരം പല്ലല്ല, കണ്ണിന് പകരം കണ്ണല്ല, നീ ചെയ്യേണ്ടത് ഉടുക്കാനില്ലാത്തവനും ഉണ്ണാനില്ലാത്തവനും ആരും സംരക്ഷണമില്ലാത്തവനും വഴി കാണിക്കാൻ ആളില്ലാത്തവനുമായ ജനത്തിൻ്റെ പുറകെ പോകണം, മനുഷ്യൻ്റെ പുറകെ പോകണം. ആ നിയമം നീ പാലിക്കണമെന്നാണ് ഈ വചനം പറയുന്നത്. ഇത് പാലിക്കാതെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള അവസരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞ് ദൈവം സംരക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ തള്ളിക്കളഞ്ഞിട്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് വാരതോരാതെ സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരു പരിധി വരെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രയത്നിക്കാതെ ഇതിനപ്പുറത്തൊരു ജീവിതവും പ്രയത്നവും ഉണ്ടെന്ന് ക്രിസ്തുവിനെ അറിയുന്നവരേലും ഒന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.